ഹലോ ഗായ്സ്, കുറേ നാളായിട്ടോ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ മേരിക്ക് പ്രോപ്പറായിട്ട് എടുത്തിട്ട്. ഞാൻ വിചാരിച്ചു ഇന്നെടുക്കാമെന്ന്. ഞാൻ ഒരു ട്രിപ്പ് എൻ്റെ ഫുഡ് അടി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാലും രാത്രി 11 ആവാൻ പോകണു. എന്നാലും എനിക്ക് വിശക്കണു കേട്ടോ. ഞാൻ ലൈവായിട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണേന്ന് കാട്ടിത്തരാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിതിൽ 2 ക്യാരറ്റ് ഉണ്ട്. 1 ക്യാരറ്റ് എടുക്കുന്നുള്ളൂ, എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 1 ക്യാരറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, വളരെ കുറച്ച് പച്ചമുളകാണ് ആവശ്യം. ഇതിങ്ങനെ ആക്കിയാലാട്ടോ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ പച്ചമുളക് അപ്പോൾ സ്ഥിരം വീട്ടിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ വക പാത്രങ്ങളാണല്ലോ ഇതൊക്കെ എടുത്തേക്കാം. അപ്പോൾ ദേ 1 പച്ചമുളക് ആട്ടോ എടുക്കുന്നേ. 1 പച്ചമുളക്, ഈ സംഭവങ്ങളൊക്കെ. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കേട്ടോ. ഓരോരുത്തരും ഓരോ ഡിഫറെൻ്റ് ടൈപ്പിലാണ് ഉണ്ടാക്കുക. ബീൻസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷെ ഇവിടെ ബീൻസൊക്കെ ഇന്ന് ബീൻസ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് കുരുന്നരി വന്നിട്ട് ദേ ക്യാരറ്റ് കട്ടുകൊണ്ട് പോയിട്ടോ. കുരുന്നരി ഇവിടെ ഒരാളുടെ ഓരോ വക വേഷം കെട്ടുകളും കാട്ടലും കണ്ടാണ്ടല്ലോ. കാണുമ്പോ എന്ത് പാവം സ്വഭാവം. മൂശാട്ട കോകിലാണ് കേട്ടോ പൊണ്ണു. നോ നോ നോ. അപ്പൊ ദേ ക്യാരറ്റ് ജസ്റ്റ് തോല് കളയാം കേട്ടോ. അപ്പൊ എന്നോട് കൊറേ പേര് അവിടെ പൊണ്ണുവിന്റെ വക വേഷം കിട്ടാണ്, അതാണ് അമ്മ ഓളിരുന്നേ. അപ്പൊ ദേ ഇത്ര വേണ്ടു. ഞാൻ കുറേ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഞാൻ കുറച്ചല്ലേ കഴിക്കാറുള്ളൂ. അപ്പൊ പൊണ്ണാണെങ്കിൽ അവിടെ സമയമായിട്ടൊന്നും ഉറങ്ങാണ്ട് നടക്കാണ് അവിടെ. ഇനി അമ്മ പിടിച്ച് ഞെക്കി പിടിച്ച് ഉറക്കണ്ട വരുന്നു. അപ്പൊ എന്നോട് കുറെ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇതാക്കും. നമ്മളെപ്പോഴും സ്ഥിരം കാണുന്ന ആൾക്കാർ പെട്ടെന്ന് നമ്മളിലൊരു ചേഞ്ച് കാണുമ്പോ അവർക്കെന്നെ എന്താ എന്ന് തോന്നും. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലാകുമ്പോ പിന്നെ ശരിക്കും ജാടയാണ്. ജാടയല്ല, ഒന്നല്ല, എന്താ പറയാ, എപ്പോഴും ഇങ്ങനെ കിടക്കും, അല്ലെങ്കിൽ വിറ്റങ്ങളെ പിന്നാലെ നടക്കും. ഒന്നില്ലെങ്കിൽ അവളുടെ അടുത്തായിരിക്കും, പിന്നെ ഇവന്റെ അടുത്തായിരിക്കും, പിന്നെ അങ്ങനെ പുറത്തും അങ്ങനെ പോലെ. പിന്നെ വല്ല ഷൂട്ട് ചെയ്യും വീഡിയോസ്, അങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കാറല്ലാണ്ട് അഹങ്കാരം ചാടും. എന്തിനാണ് നമുക്ക് അഹങ്കാരവും ചാടൊക്കെ വെച്ചിട്ട് എന്തിനാണ് നമ്മള് ഇതാക്കുന്നേ. അപ്പൊ ഈ പുണ്ണുപാപിയുടെ വേഷം കെട്ടാണ് അവിടെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുട്ടി എണീച്ചു, അവളുടെ അടുത്ത് പോയി പൊണ്ണുപാബി ഉറങ്ങാൻ വേണ്ടി അമ്മയുടെ അടുത്ത് പോയി വേഷം കെട്ടും കാര്യങ്ങളായി. അപ്പൊ അതിന് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെയ്തു കേട്ടോ. അപ്പൊ എന്താ, ക്യാരറ്റും തക്കാളിയും 1 പച്ചമുളകും ഇത്തിരി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചേക്കാം കേട്ടോ. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട്, അതൊക്കെ കഴുകിയിട്ട് അപ്പോഴേക്കും ഇത് സെറ്റാവും, വെന്ത് വരും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് അമ്മേനെ ഹെൽപ്പ് ചെയ്യാന്ന്. എന്നും അമ്മ തന്നെ ചെയ്യാറ്. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ എണീച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാൻ വിചാരിച്ചു കേട്ടോ. കാര്യം ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും തല്ലൂടും കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഞങ്ങൾ ഭയങ്കര ഒരു തല്ലൂടി കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹത്തിലാട്ടോ. ഞാനിപ്പോൾ ഇത് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില സമയത്ത് ഞാൻ ആലോചിക്കും ഇതൊക്കെ സ്നേഹമാണോ ഇതൊക്കെ വഷളാക്കിയതാണോ എന്നിട്ടോ. എന്നെ ഇന്നേ വരെ ലൈഫിൽ 26 വയസ്സായി, ഇന്നേ വരെ അടുക്കളയിൽ നീ പോയി പാത്രം കഴുകണം, നീ പോയി വീട്ടിലടിച്ച് വരണം, അല്ലെങ്കിൽ നീ അടുക്കളയിൽ കുക്ക് ചെയ്യണം എന്ന് ഇന്നേ വരെ അച്ഛനോ അമ്മയോ ഈവൻ ഏട്ടൻ ഹസ്ബൻഡ് ആണെങ്കിലും കൂടി എന്നെ നിർബന്ധിച്ചിട്ടില്ല കേട്ടോ ഇന്നേ വരെ. ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഞാനിപ്പോൾ കുക്കിങ്ങൊക്കെ ചെയ്യും. കാരണം ഏട്ടൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം മറ്റേത് ചെയ്യണം എന്ന് തന്നെ ഇന്നേ വരെ അതെനിക്ക് ഒരു ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോകുന്ന നിൽക്കുകയാണെങ്കിലും എടി അടിച്ചു വാര്, എടി നീ പാത്രമൊക്കെ അമ്മയാട്ടോ കഴുകുക. അമ്മയ്ക്ക് വയ്യെങ്കിൽ കൂടി ഞാൻ ഇന്നവരെ അമ്മ ചിന്ന ഒന്ന് പാത്രം കഴുകുക ഒന്നും പറയണേ ഞാൻ കേട്ടിട്ടില്ലല്ലോ. അതുപോലെ അച്ഛനാണെങ്കിലും അച്ഛൻ വല്ലപ്പോഴും അല്ലെങ്കിൽ അമ്മ വല്ലപ്പോഴും എന്തെങ്കിലും അരിഞ്ഞു കൊടുക്കുക. ഇവിടെ അച്ഛനും അമ്മയും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് കുക്കിങ്ങൊക്കെ ചെയ്യുക. അച്ഛൻ്റെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടുതൽ അച്ഛൻ്റെ. അപ്പോൾ ഞാനും പറയും അച്ഛൻ കൂടുതൽ കുക്ക് ചെയ്യുക. അമ്മ ബാക്കിയുള്ള കാര്യങ്ങൾക്കാണ് അമ്മ കൂടുതൽ ആക്റ്റീവായിട്ട് തോന്നിയാണ്. അമ്മ കട്ട് ചെയ്ത് കൊടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ അച്ഛൻ്റെ കറി വെക്കൽ നല്ല യമ്മി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്നേ വരെ എന്നെ നിർബന്ധിച്ച് കറി വെക്കുക അല്ലെങ്കിൽ തുണി തോരയിട്, ഇതൊക്കെ നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ നല്ല കാര്യങ്ങളാണ്. മീൻസ് എനിക്ക് നല്ലതാണ്, എനിക്ക് പണിയൊന്നും എടുക്കണ്ട.
പക്ഷേ ഞാൻ ആലോചിക്കാം കേട്ടോ, ബാക്കിയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവർ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുള്ള കാര്യം, അതായത് ചെറുപ്പം മുതൽ ഇവർ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രൊട്ടക്റ്റീവായിട്ട് വളർത്തിക്കൊണ്ട് എനിക്ക് ഒരു കാര്യം തൻ്റെ ഇടത്തോടു കൂടി ചെയ്യാൻ എനിക്ക് അറിയില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ പയ്യെ ഓരോ കാര്യങ്ങളും ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ ഓരോന്നും ഇപ്പോഴാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. പണ്ടേക്ക് ഒരു തേങ്ങ അറിയണ്ടായിരുന്നില്ല. വീട്, സ്കൂള്, വീട്. അത് അപ്പം സംസാരിച്ചിരുന്നപ്പോൾ നമ്മളെ മാഗിയുടെ വിശേഷങ്ങളൊക്കെ കാട്ടിത്തരാൻ മറന്നുപോയിട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള ബിറ്റ്സൊക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ മാഗിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ 2 ബുൾസൈ, എനിക്കിങ്ങനെ ബുൾസൈ മാഗിയുടെ ഒപ്പം ഇട്ടിട്ട് ഇങ്ങനെ അയ്യോ, നിങ്ങൾക്ക് ചിലർക്ക് കാണുമ്പോൾ ഭയങ്കര ഇതെന്താന്ന് തോന്നും. പക്ഷേ എനിക്കിതുപോലെ അയ്യോ നല്ല ടേസ്റ്റാട്ടോ, നല്ലൊരു ക്രീമി പോലെയൊക്കെ ആയിട്ട് നല്ല യമ്മി. ഞാൻ എപ്പോഴും ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കാം. കഴിച്ചോണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായിട്ട് ഇങ്ങനെ സൂപ്പി പോലെ ഉണ്ടാക്കുന്നത്. ചിലവർക്ക് ഇഷ്ടമല്ല കേട്ടോ, എനിക്ക് ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടം. അതുപോലെ തന്നെ ബുൾസൈയും ആക്കിയിട്ട് കഴിക്കുന്നത് നല്ല യമ്മി കേട്ടോ.